ചരണം, അനുപല്ലവി, പല്ലവി എന്നൊക്കെ പറഞ്ഞ്. അത് കറക്റ്റ് എങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്ന് അറിയോ ആർക്കെങ്കിലും? ചരണമെന്ന് തോന്നുന്നു ആദ്യം ആണോ? എനിക്കറിയില്ല. കിളിക്കറിയോ? കുറച്ചൊക്കെ അറിയാം. ഓക്കെ. രാഹുലേട്ടന്റെ എൻട്രി ടു മലയാളം സിനിമ ചോട്ട മുംബൈ. എനിക്ക് തോന്നുന്നു അതിന്റെ ഓഡിയൻസ് ശരിക്കും ഇപ്പോഴാണ് ജനിച്ചതെന്ന് തോന്നുന്നു. അതെ, ഞങ്ങളാണ് അതിന്റെ ഓഡിയൻസ്. അതെ, യെസ് യെസ്. ദ വെരി ലേറ്റസ്റ്റ് ഹിറ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് തലവര സിനിമയിലെ പാട്ട്. പടം എനിക്ക് ഫുൾ റെഫറൻസ് വെച്ചാണ് വരുന്നത്. ഫുൾ സന്തോഷ് നാരായണന്റെ പാട്ടുകളായിരുന്നു. ഫുൾ സന്തോഷ് നാരായണൻ, എ റഹ്മാൻ. പിന്നെ ഞാൻ കുറച്ച് ഇലക്ട്രോണിക് ആയിട്ടൊക്കെ പരിശ്രമിച്ചു നോക്കി, പക്ഷെ എല്ലാം അവരെടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ ഫ്ലൂട്ടും തബലയൊക്കെ വെച്ച് ചെയ്ത് പയ്യെ പാടി പാടി കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് ഏതാണ് പാട്ട്. ലൈലാഗമേ എസ്ര എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്ന ആദ്യത്തെ ഒരു മെമ്മറി 10 മിനിറ്റ് എന്താ അത്രേ ഉള്ളൂ. അത് ആക്ച്വലി ഏറ്റവും വേഗം കമ്പോസ് ചെയ്ത പാട്ടാണ്. പ്ലാൻ ചെയ്തില്ലായിരുന്നു. We were just making songs and everything had some keywords in it. ആ ഒരു 4 വരിയല്ലേ, ആ ഒരു 4 വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു 4 വരി. അപ്പം ഞങ്ങളും അത് തേടി പോവാറുണ്ട്. കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ, നീ തോരാതെ തോരാതെ തീരാതെയായി, മായാതെ മായാതെ മായാതെയായി, എന്നാളും എന്നാളും എന്നാളുമായി പടര്. ഓ നാരേ ര രെ 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 ര രെ 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 ര രെ ര ര രെ 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 ര. സോ ഹായ് ഗൈസ്, വെൽക്കം ടു ദ ഡേ 3. ബട്ട് നമ്മുടെ സെഷൻ ഇന്ന് ദ സെക്കൻഡ് സെഷൻ ആണ്. ആൻഡ് നമ്മൾ റീൽസിലൊക്കെ കേട്ടിട്ടുള്ള, ഞാൻ റീൽസായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരുപാട് 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 കിടിലം പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ച 3 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ഈ സെഷനിലുള്ളത്, ക്യൂ സ്റ്റുഡിയോ ക്യൂറേറ്റ് ചെയ്യുന്നത്. ആൻഡ് മൈസെൽഫ് ഇന്ദ്രൻ, ഞാൻ ക്യൂ സ്റ്റുഡിയോയിലെ VJ ആണ്. ആൻഡ് വി ഹാവ് അങ്കിത് മെനൻ, ദ മ്യൂസിക് കമ്പോസർ, രാഹുൽ രാജ് ആൻഡ് ഇലക്ട്രോണിക് കിളി. വെൽക്കം. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ തന്നെ മ്യൂസിക്കിന്റെ ഫോർമുല ഡിഫറെൻ്റ്ലി മാറ്റിമറിച്ചിട്ടുള്ള 3 പേരാണ്. 3 ജനറേഷനൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പറയട്ടെ? ഓക്കെ. സോ ആദ്യം തന്നെ ഞാൻ 3 പേരോടുമായിട്ട് ചോദിക്കുകയാണ്. സോറി, നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നമുക്കൊരു കോൺവെർസേഷൻ ആവാം. ആദ്യം നമ്മൾ തമ്മിലൊരു ബോണ്ട് ബിൽഡ് ചെയ്യാലോ. ഈ പാട്ടിൽ ബേസിക്കലി പല സ്റ്റേജസ് ആയിട്ട് പാട്ടിനെ ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചരണം, അനുപല്ലവി, പല്ലവി എന്നൊക്കെ പറഞ്ഞ്. അത് കറക്റ്റ് എങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്ന് അറിയോ ആർക്കെങ്കിലും? നിങ്ങളുടെ അല്ല കേട്ടോ, നിങ്ങളുടെ അല്ല. അത് കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക് അറിയാമോ? ഈ ചരണം, പല്ലവി, അനുപല്ലവി എന്ന് പറഞ്ഞ പരിപാടി കറക്റ്റ് എന്തെന്ന് അറിയോ? ദാറ്റ് ഈസ് വെരി ജെന്യുവൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ചരണമെന്ന് തോന്നുന്നു ആദ്യം ആണോ? എനിക്കറിയില്ല. കിളിക്കറിയോ? കുറച്ചൊക്കെ അറിയാം. ഓക്കെ. കണ്ടു പഠിക്കുന്നൊക്കെ. എങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്? കുറച്ചൊക്കെയാണ് അറിയുള്ളൂ, കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, ഇതറിയില്ലായിരുന്നു. അതേ ഓർഡർ തന്നെയാണ് എനിക്ക് വെച്ച് ചോദിക്കാനുള്ളത്. ഇപ്പോൾ അങ്കിത്തിന്റെ പാട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് കേൾക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി നൈസ്, പക്ഷെ ചരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ദ വെരി ലാസ്റ്റ് റിലീസ് വ്യസന സമേതം ബന്ധുമിത്രാദികളിലെ സാമ്പ്രാണി പെൺകൊടി എന്ന് പറഞ്ഞ പാട്ടിന്റെ സെക്കൻഡ് പോർഷൻ എത്തുമ്പോൾ, ചരണം എത്തുമ്പോൾ, ഈ അൽവാ കർണാളെ എന്ന് തുടങ്ങുന്നതായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നമ്മൾ ഇട്ട് പാടി നടന്നുകൊണ്ടിരുന്ന പാട്ട്. ഇതെങ്ങനെയാണ് ഈ സെക്കൻഡ് പോർഷനിലേക്ക്, പിന്നെ കബറടക്കം പാട്ടായാലും ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു ഹൈ ഉണ്ട്. സോ ഈ ഒരു സെക്കൻഡ് പോർഷനിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മാജിക് എന്താ? അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ, hi to everybody. You guys have a beautiful campus, and I'm glad that I'm here with you guys today. എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, I also don't favor or I don't think about ഈ divisions of segment while making music, because അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാനെന്ന് ഒരു ഫീലിംഗ് വരാറുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. സംടൈംസ് ഇപ്പോൾ ചില പാട്ടുകൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വരെ പോകും. ചില പാട്ടുകൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് മതി എന്നങ്ങനെ തോന്നാറുണ്ട്.
അപ്പോൾ അതും ഇറ്റ്സ് എ ഡിസിഷൻ ദാറ്റ് കംസ് വിത്ത് വൈൽ യു മേക്ക് ദ സോങ്. അപ്പോൾ ഫോർ മീ ഐ ഡോണ്ട് പേഴ്സണലി തിങ്ക് ഡിവൈഡ് ഇൻ പോർഷൻസ്. ഇപ്പോൾ അൽവ കണ്ണാലെ ആയാലും ശരിക്കും പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സമയത്തുള്ള അത്ര പാട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അൽവ കണ്ണാലെ പോർഷൻ വരുന്ന സമയത്ത് അത് പടത്തിലില്ല. എന്നാ ലെറ്റ് മീ ജസ്റ്റ് മേക്ക് മൈ വേ ത്രൂ ഇറ്റ്, അങ്ങനെ വെച്ചാണ്. ആൻഡ് ദെൻ വി ടുക്ക് ദാറ്റ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ ഫിലിം. ഇനീഷ്യൽ സെഗ്മെന്റിൽ അത് മറ്റേ ആ പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദെൻ ബിക്കോസ് നോബഡി സെഡ് വാട്ട് ടു ഡു നെക്സ്റ്റ്, അപ്പോൾ ഐ ഹാഡ് ദിസ് ഓപ്പൺ ഗ്രൗണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് കി ഓക്കെ എന്നാ ലെറ്റ് മീ റൊമാൻറ്റിസൈസ് മൈ സെൽഫ്. ആ സമയത്ത് ലെറ്റ് മീ ജസ്റ്റ് മേക്ക് ദാറ്റ് പാർട്ട്. അങ്ങനെ വന്ന അപ്പോൾ ഈ ഡിവിഷൻസ് പേഴ്സണലി ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ബട്ട് നമുക്ക് അതാണ് ഹൈ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻസ് യു ഹാവ് ഗിവൻ us. താങ്ക് യു. രാഹുലേട്ടാ, പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ പോലും വേണ്ടാത്ത ഒരാളാണ്. ബിക്കോസ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലെ ഇന്ന പാട്ട് എന്ന് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ പാട്ടും നമുക്ക് ഓരോ സമയത്തും തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. സിനിമയിൽ ഇല്ലാത്ത പൂനിലാമഴ സോങ് പോലും പലരുടെയും പ്ലേലിസ്റ്റിൽ ഇപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഓരോ കോമ്പോസിഷൻസ് ആയാലും ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു ഐഡന്റിറ്റി, അത് നമുക്ക് ഇൻസ്പയർഡ് ആണെന്നോ അങ്ങനത്തെ ഒരു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നവരാണ് ഇതിൽ 3 പേരും. അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് രാഹുൽ രാജ്. സോ ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു സോൾ എങ്ങനെയാണ്? അറിയാത്ത ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചോദിച്ചു. അങ്കിത് പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര പ്രോസസ് ഡ്രിവൺ ആണെങ്കിൽ യു വിൽ ഓൾവേസ് ഗോ ത്രൂ വൺ വേ, അല്ലെങ്കിൽ യു ഹാവ് സെറ്റ് നമ്പർ ഓഫ് വേസ് ടു അപ്രോച്ച് എ സർട്ടൻ പ്രോബ്ലം അല്ലേ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് വഴി അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ യു മൈറ്റ് റീച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും വെക്കാറില്ല. പിന്നെ ഒരു കാര്യം ചിന്തിക്കാറുള്ളത്, ഓൾവേസ് തിങ്ക് അബൌട്ട് നമ്മൾ പുഷ് പുൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ലൈക്ക് യു ക്യാൻ ഹാവ് എ വെരി ലോ സംതിങ് ആൻഡ് ദെൻ ഗോ വെരി ഹൈ. ആ ഒരു ഡൈനമിക്സ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചെവി ട്യൂൺഡാവും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ അങ്ങനെ ട്യൂൺഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗെറ്റ് ബോറിങ്. ഒരു എവിടെയോ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗെറ്റ് മൊണോട്ടണസ്. അവിടെ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ പരിപാടികളിലൊക്കെ ഈ ഒരു സംഭവം അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് അവർ മ്യൂസിക് വെരി യുണീക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി നൗ ഇസ് വെരി ബ്യൂട്ടിഫുൾ. യെസ്, താങ്ക് യു. ആൻഡ് ഇലക്ട്രോണിക്കലി സ്റ്റെഫൻ എന്നാണ് ശരിക്കും പേര്. പക്ഷെ നമുക്ക് കിളി ഇലക്ട്രോണിക്കലി ഒന്ന് വിളിച്ച ശീലമായി, കേട്ട ശീലമായി, പാടി ശീലമായി. എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റുപാടിയ വൈറലായിട്ടുള്ള പാട്ട് എനിക്ക് തോന്നുന്നു ഏ ബനാനയാണ് ഫ്രം വാഴ. ഈ വാഴയിലേക്ക് പാടാൻ എത്തുന്ന ഒരു സൈക്കിൾ എങ്ങനെയായിരുന്നു? ആ ഒരു ജേർണി എന്തായിരുന്നു? ഹലോ. അപ്പോൾ പാടിയത് റഫ് പാടിയിരുന്നല്ലോ എന്തായാലും. അപ്പോൾ വേറെ ആരും പാടാനില്ലാത്തതുകൊണ്ട് ഞാൻ പാടി. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു വേറെ സിംഗേഴ്സിനെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്കിത് ബ്രോ ആയിരുന്നു സൂപ്പർവൈസർ. പുള്ളി സമ്മതിച്ചില്ല. പിന്നെ വിപിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും പറഞ്ഞു ഞാൻ പാടിയാൽ മതി. അപ്പോൾ വേറെ ആരും കുറെ കേൾക്കാത്ത വോയിസ് ആയതുകൊണ്ടുള്ളൊരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് ഓർത്തായിരിക്കും പറഞ്ഞു. പക്ഷെ അങ്ങനെയാണ് പാടിയത്. അങ്ങനെ അത് ക്ലിക്കായി. ഓക്കെ, നമുക്ക് എന്നാ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി മച്ച് മോർ കംഫർട്ടബിൾ. ഇതൊരു ഐസ് ബ്രേക്ക് ആയില്ലേ? നമുക്ക് കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്യാലോ. സോ ഈ സെഗ്മെന്റിന്റെ പേരെന്താ? വൺ സോങ് മെനി മെമ്മറീസ്. ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ടാണെങ്കിലും നിങ്ങൾക്കത് ഒരുപാട് മെമ്മറീസ് തന്നിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പാട്ടിന്റെ പിറകിൽ നടന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ 3 പേരെയും 3 സോങ്സ് ആക്ച്വലി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഞാനൊരു പോൾ ഇട്ടു. നിങ്ങളുടെ 3 പേരുടെയും ഫേവറേറ്റ് സോങ്സ് ഏതാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിൽ മെജോറിറ്റി വന്ന 3 പാട്ടുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 3 പാട്ടിൽ നിങ്ങൾ ആ പാട്ട് പറയുന്ന സമയത്ത് വരുന്ന ഒരു മെമ്മറി, എന്തെങ്കിലും ഒരു മെമ്മറി, ഞങ്ങൾക്ക് അറിയാത്ത മെമ്മറിയാണ് അത്രയും നല്ലത്. ബിക്കോസ് ബിഹൈൻഡ് ദ സോങ്സ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സീനിയർ മോസ്റ്റ് പേഴ്സൺ. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കരുത്. സോ ആദ്യം രാഹുലേട്ടന്റെ എൻട്രി ടു മലയാളം സിനിമ
ചോട്ട മുംബൈ ഇന്ന പാട്ടെന്ന് ഞാൻ പറയണില്ല. കുറെ ആൾക്കാർ തല പറഞ്ഞു, കുറെ ആൾക്കാർ നമ്മുടെ വസ്കോഡഗാമ പറഞ്ഞു. സോ ആ കംപ്ലീറ്റ് ചോട്ട മുംബൈ എന്ന് പറയുമ്പോൾ രാഹുൽ രാജ് ആസ് എ മ്യൂസിക് ഡയറക്ടർ വരുന്ന ഫ്ലാഷ് ചെയ്യുന്ന മെമ്മറീസ് എന്താ? The greatest, like biggest, most fondest memory will be when I got selected into the movie. That I am doing the movie എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ മൊമെൻറ്റ്, ഐ തിങ്ക് എനിക്ക് ഏതൊരു അവാർഡിനേക്കാളും അല്ലെങ്കിൽ എന്തൊരു ഹാപ്പി മൊമെൻറ്റിനേക്കാളും ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. കാരണം അവിടെ എത്താൻ വേണ്ടി ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നൗ മ്യൂസിക് ഫീൽഡ് ഇസ് മോർ ഓപ്പൺ അല്ലേ, ലൈക്ക് I guess so. People are more open to new people. അങ്ങനെ ഇല്ലാത്തൊരു സമയത്ത് ഐ ഹാവൻ വർക്ക്ഡ് വിത്ത് എനി കമ്പോസർ. ഐ ഡിഡ് നോ വാട്ട് വാസ് എ പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ് എ സോങ്, ലൈക്ക് എ ഫിലിം സോങ്. ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്നല്ല ഇറ്റ് ടുക്ക് 4.5 years ടു ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ഫിലിം. അതുവരെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ആ ഒരു ദാറ്റ് മൊമെൻറ്റ് വെൻ അൻവർ കെയിം ആൻഡ് ടോൾഡ് മീ, എടാ നീയാണ് കേട്ടോ സെലക്ടറാണ്. ദേ ടോൾഡ് മീ ടു മേക്ക് എ തീം ഫസ്റ്റ്. ഇതാണ് കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് ചോട്ട മുംബൈയുടെ തീം, ചോട്ട മുംബൈ, ആ ടൈറ്റിൽ ട്രാക്ക്. അപ്പം അത് ഞാനും അൻവറും കൂടി ഇരുന്ന്, ലൈക്ക് ഹീസ് എ ഡയറക്ടർ, ലൈക്ക് ഹീ ഷുഡ് നോ വാട്ട് ഇറ്റ് ഷുഡ് സൗണ്ട് ലൈക്ക് ആൻഡ് എവറിത്തിങ്. ഒരു 2 ദിവസം എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് അത് സെറ്റാക്കിയിട്ട് പറഞ്ഞു, എടാ ഇപ്പോഴും ഓക്കെ ഒന്നും അല്ല, അതിൽ പ്ലേ ടു രാജുവേട്ടൻ ആൻഡ് ലാലേട്ടൻ ടീമിനെ കേൾപ്പിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. കാരണം ദിസ് ഇസ് എ ബിഗ് ഫിലിം, അല്ലെങ്കിൽ അവർ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇത് പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച അൻവറിൻ്റെ വിവരമില്ല. ഇപ്പോഴത്തെ പോലെ വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. അൻവറിൽ അന്ന് ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോൺ ഉണ്ടായിരുന്നു, യെസ്. പക്ഷേ വാട്സാപ്പ് പരിപാടികൾ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഹീ മെയ്ഡ് എ ഹോൾ ഡ്രാമ ഓഫ് ദാറ്റ് സീൻ. ഇവിടെ വന്നിട്ട് എടാ പണി, എടാ നീയാടാ. ഐ ആം ലൈക്ക്, ഞാൻ എന്താണ് എൻ്റെ വാട്ട് വെൻ ത്രൂ എന്നറിയില്ല. ഐ വാസ് ലൈക്ക് ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഫോർ മീ. പറഞ്ഞ വെള്ളി നക്ഷത്രത്തിൽ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ നേരെ ഒരു സോഡാ സർവത്ത് കുടിക്കുന്ന ഒരു കടയുണ്ട്, നേരെ അങ്ങോട്ട് ചെന്ന് വെള്ളി നക്ഷത്രം മേടിച്ച് വായിച്ച് അതിൽ പേര് കണ്ടാണ് തൃപ്തിയാണത്. അതാണ് ദാറ്റ് വാസ് എ മൊമെന്റ് ഫോർ മീ. ഉറപ്പിച്ച മൊമെന്റ് ആയിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞ പാട്ട് നമ്മുടെ തല എന്നുള്ള സോങ്ങിലെ ഹൈ പോർഷനും അതിനിടയിൽ വന്നിട്ടുള്ള ആ ചെറിയ പോർഷൻ എനിക്ക് അതിനെ എടുത്ത് പറയാൻ അറിയില്ല. ബട്ട് ആ ഒരു അത് പാടാൻ പറ്റും? ഓക്കെ, ട്രൈ. അപ്പം ആദ്യം ആ മെലഡി പാടാം, സംഗീത് പാടിയ പോർഷൻ പാടട്ടെ അങ്കിതേ? Please. നൊമ്പരം കളയും നാണം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറയെ നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീ തീരത്തെത്തും തണലല്ലേ, ഉയിരിൻ്റെ തേനേ നല്ലിടയനും നീ. തല തല യെസ്. ഇത് അന്ന് റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇത്രയും ഓളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഈ സിനിമ ഒന്നുകൂടെ റീ റിലീസ് ചെയ്തപ്പോഴാണ് ആ ഒരു എനർജി, തിയേറ്റർ മറ്റേ ഒരു കോൺസെർട്ട് സ്റ്റേജ് ഒക്കെ ആയി മാറാന്ന് പറയില്ലേ. എനിക്ക് തോന്നുന്നു അതിന്റെ ഓഡിയൻസ് ശരിക്കും ഇപ്പോഴാണ് ജനിച്ചതെന്ന് തോന്നുന്നു. അതെ, ഞങ്ങളാണ് അതിന്റെ ഓഡിയൻസ്. അതെ, യെസ്. ഇനി അങ്കിത്തിനുള്ള ഒരു സോങ് മെമ്മറിയാണ്. അങ്കിത്തിന്റെ ഫോർ യുവർ ഇൻഫർമേഷൻ, അങ്കിത്ത് ഒരു മലയാളി ആണെന്നുണ്ടെങ്കിലും ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ എവിടെയാണ്? ഭോപ്പാലിലാണ്. ആൻഡ് മലയാളി കണക്ഷൻസ് ഉണ്ട്, പേരൻസ് മലയാളിയാണ്. പക്ഷെ അതർ ദാൻ ഒരു മലയാളി കണക്ഷനും ഇല്ല. ആൻഡ് ഹി ഹാസ് ക്രിയേറ്റഡ് ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ഫോർ ദ കോർ ഓഫ് മലയാളം സിനിമ എന്നൊക്കെ പറയാം. നമ്മൾ മറ്റേ ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള സിനിമയ്ക്കാണ് അങ്കിത്ത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സിനിമ, ഐ മീൻ മെമ്മറി വന്നിട്ടുള്ളത് ജയ 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 ഹേ ആണ്. വേറെ ജയഭാരതി ഉണ്ടായിരുന്നു, ബേസിൽ ഉണ്ടായിരുന്നു, ഐ മീൻ ദർശന, ബേസിൽ. ഭയങ്കര ലോക്കലാണ്, നമ്മുടെ വീടിന് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഒരു ഇഷ്യൂ പോലെ അത്രയും പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മെമ്മറി ഈ ജയ 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 ഹേ എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്നത്? ജയ 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 ഹേ ആദ്യം കേട്ടപ്പോൾ വിപിൻ ആണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും കിളിയുണ്ടായിരുന്നു കൂടെ. നമ്മൾ കൊല്ലം അവിടെ പോയി
അവിടെ താമസിച്ചു അവരുടെ ടീമിൻ്റെ കൂടെ തന്നെ. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് സമയം തൊട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഐ എം നോട്ട് ടു ഫെമിലിയർ വിത്ത് ആ സമയത്ത്. ഇറ്റ്സ് ഈവൻ മോർ 3 or 4 years ago. സോ ഐ വാസ് ഈവൻ മോർ നോട്ട് ഫെമിലിയർ വിത്ത് the grounds, അല്ലെങ്കിൽ the much more not familiar with the culture, like because I am not stayed here. So I thought ki let's stay with them. Kollat avade based ആയിരുന്നു story. So we thought we'll stay there, meet people there, and we did nothing very different. We just stayed there and went with the flow. Okay, let's not plan a lot, we'll just see how it goes. Core memory with JJ, this definitely comes to my mind. The major core memory, because we traveled with Jaya since the scripting process till the end of the film. And I remember the last day of us sitting in my studio before going for the final mix. It was me, Vipin, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജയ പാട്ടിൻ്റെ സെക്കൻഡ് പോർഷൻ അപ്പോഴാണ് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി. ഒരു ദിവസം മുമ്പ് ജസ്റ്റ് വി റെക്കോർഡഡ്. അപ്പോൾ ഞങ്ങൾ പ്ലേ ചെയ്തിട്ട് ദ ഫിൽം ഇസ് ഡൺ ആൻഡ് വി ജസ്റ്റ് പ്ലേഡ് ദ സോങ്, വി കെപ്റ്റ് ഇറ്റ് അറ്റ് ദി എൻഡ്. ആൻഡ് ബിക്കോസ് വി ട്രാവൽഡ് വിത്ത് ജയ ത്രൂ ഔട്ട് ദ ഫിൽം, വി ഹാഡ് ലൈക്ക് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് ജയ. അപ്പോൾ എൻഡ് ആയപ്പോൾ കുറച്ച് ഇങ്ങനെ ഇമോഷണൽ ആയി ഞങ്ങൾ രണ്ടുപേരും. അയ്യോടാ, ഇറ്റ്സ് അബൌട്ട് ടു എൻഡ് മേ ബി. ആൻഡ് ദെൻ ദാറ്റ് വാസ്, ഐ തിങ്ക് ദാറ്റ് സ്റ്റിൽ റിമെയിൻസ് ലൈക്ക് എ കോർ മെമ്മറി. Of course, the final mix portion, and it ended there, but that was the last portion of the last song that we did. It was actually the first song we made, but then it completed at the end. So the circle was angane complete ayadana adinde. So I think that's one core memory that I have. ആൻഡ് ജയഹനെ കുറിച്ച് പറയുന്ന സമയത്ത് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹൈ പോയൊരു ഏരിയ ആണ് ബേസിലും ദർശനയും ഫൈറ്റ് ചെയ്യുന്ന സീൻ. അതിൻ്റെ ഇടയിൽ ഷൈജു ചേട്ടൻ്റെ ഒരു കമൻട്രിയും കൂടി വന്നപ്പോഴാണ് കുറച്ചും കൂടെ അത് നമുക്ക് എന്താണ് കാര്യം എന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നതും അവര് പെർഫോം ചെയ്യുന്ന ഫൈറ്റ് നമുക്കും കൂടെ പേഴ്സണലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. സോ ആ ഒരു മിക്സിങ് ഷൈജു ചേട്ടനെ അവിടെ കൊണ്ടുവരാ എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? അതിന്റെ ഒരു മിക്സിങ് എങ്ങനെയായിരുന്നു? ആക്ച്വലി അതിനു മുമ്പാണ് നമ്മൾ പഞ്ച് ട്രിപ്പിൾ പഞ്ച് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടാക്കിയത്. അത് ഫൈനൽ ക്ലൈമാക്സിൽ ജയ എല്ലാവരും ഇടിക്കുമ്പോൾ വരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതിൽ സെക്കൻഡ് പോർഷനിൽ നമ്മൾ ഈ WWE കമൻട്രി ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അല്ല, ജസ്റ്റ് റാൻഡംലി സ്റ്റോൺ കോൾഡ് അടിക്കുന്നു. ബേസിക്കലി ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു കമൻട്രി വരാം. അപ്പോൾ അത് വെച്ചപ്പോൾ ഇറ്റ് സൗണ്ടഡ് നൈസ്. അപ്പോൾ ഇത് ഇവിടെയും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. വിപ്പിനായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ദെൻ they suggested, okay, we have Saiju Etan here, why not try him? അപ്പോൾ അപ്പോഴും എക്സ്പെരിമെൻറ്റേഷൻ തന്നെ ആയിരുന്നു, ബിക്കോസ് വി ആർ നോട്ട് ഷുവർ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കോർ ഉണ്ടാക്കി, നമ്മൾ ആ സമയത്ത് സൗണ്ടും ചെയ്ത് വെച്ചു. ഇനി ഇത് പാളി കഴിഞ്ഞാൽ വി ഹാവ് ടു ബി സേഫ്. ബട്ട് ദെൻ Saiju Etan came, he bought his own things and he wrote down a lot of things. പിന്നെ നമ്മൾ പോർഷൻ ബൈ പോർഷൻ we let him do his thing. Then we cut short the things and we placed it according to, because ഇത് സ്ക്രിപ്റ്റിംഗിൽ ഇല്ലായിരുന്നു. അപ്പോൾ we didn't have a start and stop to it. അപ്പോൾ we had to, that was something that we had to figure out, because the idea was, it was working. കുറച്ച് പേര് ടീമിൽ ആ സമയത്തും they were skeptical about it. ഇത് വേണോ, ഇത് വർക്കാവോ? But then we thought we'll go with it. Okay, so would you like to sing something from Jai Jai Hai? Commentary. Jai Jai Hai, the song that I like, I don't sing that song much often. Ingatu Nokanda is one of the songs that I very much relate. Yeah, Darshana അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ജയ ജയ തന്നെ പാടാം. ശാന്തേ സൗമേ ശാലിനെ ശ്രീലോലെ വീടിൻ സൗഭാഗ്യം നീയേ നീയേ, ദാസി മന്ത്രി ഭാര്യ സഹോദരി ആണിൻ ഐശ്വര്യം എന്നും നീയേ, ജയ 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 ഹേ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് താങ്ക് യു അങ്കിത്. ഇനി ഇലക്ട്രോണിക്കലി ഐ തിങ്ക് നമുക്ക് പേര് കേൾക്കുന്ന സമയത്ത് ഫീൽ ലൈക്ക് സംതിങ് റോക്ക് ഇലക്ട്രോണിക് ആയിട്ടൊക്കെ വരുമെന്ന് അത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. പക്ഷേ ദ വെരി ലേറ്റസ്റ്റ് ഹിറ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് തലവര സിനിമയിലെ പാട്ട് ഇലക്കൊഴിയെ എന്നുള്ള പാട്ട്. അത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം നമ്മൾ എപ്പോഴും റീൽസ് എടുക്കുമ്പോഴായാലും കണ്ടിന്യൂസ്ലി ഏതൊരു മൂഡിനും പറ്റുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്.
അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ ജേർണി? ബ്രോ അത് പടം എനിക്ക് ഫുൾ റെഫറൻസ് വെച്ചാണ് വരുന്നത്. ഫുൾ സന്തോഷ് നാരായണൻ്റെ പാട്ടുകളായിരുന്നു. ഫുൾ സന്തോഷ് നാരായണൻ, എ റഹ്മാൻ. അപ്പോൾ കുറേ റിഫറൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പാലറ്റും എൻ്റെ മൊത്തത്തിൽ വേറൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര മിനിമലായിട്ട് ഒരു ഗിറ്റാർ ബാക്കിങ്ങിൽ മാത്രം തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഇലക്ട്രോണിക് ആയിട്ടൊക്കെ പരിശ്രമിച്ചു നോക്കി, പക്ഷേ എല്ലാം അവരെടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ ഫ്ലൂട്ടും തബലയൊക്കെ വെച്ച് ചെയ്ത് പയ്യെ പാടി പാടി ഇട്ട്. പിന്നെ കമ്പോസ് ചെയ്തപ്പോൾ തന്നെയാണ് വരികളും. മുത്തും ഉണ്ടായിരുന്നു ഇവിടെ. മുത്തുവാണ് എല്ലാ പാട്ടുകൾക്കും ലിറിക്സ് എഴുതുന്നത്. അങ്കിത് ബ്രോയുടെ കൂടെ ഞങ്ങൾ പരിചയപ്പെട്ടാണ് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറഞ്ഞൊരു പടത്തിന്. അപ്പോൾ അങ്ങനെ ലിറിക്സ് എഴുതി ലോക്കായി. ഫ്ലൂട്ടും തബലയൊക്കെ വന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് ഏതാണ് പാട്ട്. ഞാൻ ഇലക്ട്രോണിക്കും അത്ര പടത്തിൻ്റെ എന്താണോ വേണ്ടത് അവർ പറഞ്ഞ പോലെയൊക്കെ സൗണ്ടിങ് കീപ്പ് ചെയ്തു. പിന്നെ കമ്പോസ് ചെയ്തുമ്പോൾ എന്താണോ ഫ്ലോയിൽ വന്നത് അതങ്ങ് പോയി. അങ്ങനെ വന്നു. ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ഹൈ ഉണ്ട്. അതായത് ഒരുപാട് പേരുടെ റീൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു ഈ പാട്ട്. സോ ആ ഒരു ഹൈ ആസ് എ മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? ആൻഡ് വാട്ട് ദാറ്റ് ഹൈ റിയലി മെന്റ് ടു യു? ഞാൻ കുറച്ച് നാള് ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും കണ്ടില്ല. അതെന്താ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്തത്? അല്ല, അത് വെറുതെ എന്താണ് വരിക. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ പടം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഫുൾ കുറ്റപ്പെടുത്താൻ ആൾക്കാരാണല്ലോ ചുറ്റും. അല്ല, റിവ്യൂസിനായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊന്നും കേൾക്കണ്ട കാണണ്ടെന്ന് ഓർത്താണ്. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ പടം നന്നായിട്ടാണ് അഭിപ്രായം വന്നതെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. അതെ, സന്തോഷം. ഇലക്ട്രോണിക് എലിമെന്റ്സ് മാറ്റിയപ്പോ അക്കോസ്റ്റിക് കിളിയായി. അതെ അതെ, അതുകൊണ്ടാണോ? അല്ല എന്തോ ആവാം, പക്ഷെ എന്തോ പോയി. കിളി പോയത് പോയല്ലേ? കിളി ഉണ്ട്. പാടാൻ മാത്രം പറയുന്നല്ലേ? പാടാൻ സീനാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി അടുത്ത് രാഹുലേട്ട വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്ന കുറെ റൊമാൻറ്റിക് സോങ്സ് തന്നിട്ടുണ്ട്. ബട്ട് റൊമാൻറ്റിക്കിൽ തന്നെ ഏറ്റവും ഹൈ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന സോങ് ആണ് ലൈലാഗമേ ഫ്രം എസ്ര. അത് പൃഥ്വിരാജിനെ കുറെ കാലത്തിന് ശേഷം അങ്ങനെയും കൂടെ കാണുന്നത്. ലൈലാഗമേ എസ്ര എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്ന ആദ്യത്തെ ഒരു മെമ്മറി? 10 മിനിറ്റ് എന്താ അത്രേ ഉള്ളൂ. അത് ആക്ച്വലി ഏറ്റവും വേഗം കമ്പോസ് ചെയ്ത പാട്ടാണ്. ഇത്രയും കാലം ചെയ്തില്ല. ഈവൺ അതില് കുറെ എലിമെന്റ്സ് നമ്മൾ ഡെമോ സ്റ്റേജിൽ പ്ലേ ചെയ്ത് വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഫൈനലിലോട്ട് പോലും പോയത്. ഈവൻ ദാറ്റ് സാക്സഫോൺ വാസ് ഹാൻഡ് പ്ലേഡ്. ഇറ്റ് ഇസ് നോട്ട് ലൈവ്. There was nothing live in it. Guitars ഉണ്ട്, of course, guitars. പക്ഷെ നമ്മൾ ഡെമോ ചെയ്ത സമയത്ത് റെക്കോർഡ് ചെയ്ത് സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഒത്തിരി ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ചെയ്യണ ട്രാക്കായിരിക്കും ചിലപ്പോൾ കയറി അങ്ങ് പോവുക. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞ ലൈലാഗം. സോ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഫോർ റിയൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം അത് അങ്ങനെ ഒന്നും വി ജസ്റ്റ് ഹാഡ് couple of sittings and ഓക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഡയറക്ടർ ഹരിയുടെ ഒപ്പം, ഹരിയാണ് ലിറിക്സ് എഴുതിയത്. ഞാൻ ഹരീനെ ഒന്ന് കഥയൊക്കെ പറഞ്ഞ് പാമ്പർ ചെയ്ത് തലയിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിട്ട് പോയി. ആൻഡ് ദെൻ ആ സമയത്ത് അവർ ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് പെട്ടെന്ന് വന്നൊരു പരിപാടി. വെരി ക്വിക്ക്, എവറിത്തിങ് വാസ് ലൈക്ക് ചില സാധനങ്ങൾ ഇറ്റ് ജസ്റ്റ് ഫോൾസ് ഇൻ ടു പ്ലേസ്. അങ്ങനെ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ you get fatigued. You're listening to it and you'll get, what did you make? അങ്ങനെ തോന്നാറില്ല ചില സമയത്ത്. അപ്പോൾ അത് കുറേ നമ്മൾ നമ്മുടെ പ്ലാനിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി ഒക്കെ പ്രയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വർക്ക് ആവേണ്ടി വരാം. ചില സമയത്ത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി സംതിങ് ഹാഡ് ടു ഹാപ്പൻ എന്ന് പറയുന്ന ഒരു ശരിക്കും ലൈലാഗമ ഇസ് ഫോർ മീ ഇസ് ദ മോസ്റ്റ് അങ്ങനത്തെ ഒരു ട്രാക്കാണ്. യെസ്, നമുക്കും അതാണ് അത്രയ്ക്കും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിലൊരു ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു. മേ ബി ദാറ്റ് ഈവൻ ദ വിഷ്വൽസ് ആൻഡ് ഹൗ ദാറ്റ് ഫാമിലി ഈസ് പ്ലാന്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അവിടുത്തെ മുംബൈയിൽ നിന്ന് കമ്മിങ് ടു കൊച്ചിൻ. അപ്പോൾ അവിടെ ദേ ആർ ലീവിങ് കുറേ മെമ്മറീസ് അവിടെ വിട്ടിട്ട് അവിടെ ചിലപ്പോൾ സുഹൃത്തുക്കളുണ്ടാവും, നല്ല സ്ഥലങ്ങളുണ്ടാവും, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇതെല്ലാം വിട്ടിട്ട് ദേ ഗോയിങ് ടു അനദർ പ്ലേസ് വിച്ച് ഈസ് ടോട്ടലി സ്ട്രേഞ്ച്, ഒരു ന്യൂ ടെറൈൻ. അപ്പോൾ അവിടെ എന്താണ് അറിയില്ല, ഒരു ഹോപ്പ് ഉണ്ട്, ഹോപ്പ് ടുവേർഡ്സ് വാട്ട് യു ആർ ഗോയിങ് ടുവേർഡ്സ് ആൻഡ് ലോങ്ങിങ് ഫോർ വാട്ട് യു ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ ആ ഒരു സാധനം ഒരു പക്ഷേ ഈവൻ ആളുകൾക്കും വർക്കൗട്ട് ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ഈവൻ ദാറ്റ് വേർഡ്
The novelty of that word. That was hats off to Harry for that. ഈ ലൈലാഗമേ എന്ന് പറയാൻ എന്താണ് ആക്ച്വലി? It's a lilac flower. ആ ഈ ലൈലാക മരങ്ങൾ അങ്ങനെ എന്തോ ഒരു ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സാറിൻ്റെ ഒരു കവിതയുണ്ട്. അതിൽ നിന്നാണ് ഹരി ആ വേർഡ് ഇൻസ്പയർ ചെയ്തെടുത്തത്. ബട്ട് ദെൻ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. യൂസ് ചെയ്യാത്ത വേർഡ്സ് വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ്. ഇപ്പം നമ്മളുടെ ഇപ്പം ഈ മുത്തുമൊക്കെ എഴുതുന്ന ഒരു പരിപാടി വിനായകാണെങ്കിൽ അവർ പുതിയ വേർഡ്സ് വന്ന് കോയിൻ ചെയ്തിട്ട് അത് പാട്ട് കേൾക്കാണ്ട് തന്നെ പാട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് വരും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അത് ലൈലാകമേ ഹാഡ് ദാറ്റ് ഐ ഫീൽ. യെസ്. അത് ഇലക്ട്രോണിക്കലിയുടെ പാട്ടിലായാലും മറ്റേ ഈ ഏ ബനാനെ അതെ അതെ നമുക്കൊരു ഡിഫറെന്റ് വേർഡ് ആയിരുന്നു. പിന്നെ ഇവിടെ സാമ്പ്രാണി പെൺകൊടി, പെന്തിരി, സാമ്പ്രാണി പെൺതിരി, പിന്നെ അത് ഹൽവ കണ്ണാളെ, സൽവാർ ചെണ്ട, സൽവാർ ചെണ്ടാലെ, പൽവാൾ ദേവൻ ഞാൻ, സൽവാക്ക് ഇല്ലാതെ ഇല്ലാതെ. ഇത് നമ്മൾ കേട്ട സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു ഡൗട്ട് വന്നു. അത് തന്നെയാണ് എൻ്റെ അടുത്ത അങ്കിത്തിനുള്ള ഒരു മെമ്മറി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കെ മാജിക് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ വന്ന സമയത്ത് കെ ഫോർ കല്യാണം, കെ ഫോർ കൃഷ്ണ, കെ ഫോർ കബറടക്കം, കെ ഫോർ കുരുക്ക്, കംപ്ലീറ്റ് ഒരു കെ മാജിക് ആയിരുന്നു. ഇതെന്തായിരുന്നു ഈ കെ മാജിക്കും ആൻഡ് വാട്ട് വാസ് ഗുരുവായൂർ അമ്പലനടയിൽ ഫോർ യു? K Magic, it's basically Vipin's idea because ഇത് പ്ലാൻ ചെയ്തില്ലായിരുന്നു. We were just making songs and everything had some K words in it. അപ്പോൾ വിപിൻ ഇസ് ലൈക്ക് എടാ എന്നാൽ എല്ലാം K വെച്ച് തന്നെ നമുക്ക് ഇനി തുടങ്ങിയിട്ട് ചെയ്യാം. അപ്പോൾ പാട്ടുകളുടെ പേര് എനിക്ക് അങ്ങനെ ഇടാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഇവരെ ചോദിക്കും, ചിലപ്പോൾ സ്റ്റെഫിനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ടീമിൽ ആർക്കെല്ലായിട്ട് ചോദിക്കും എന്താ വെക്കേണ്ടത്, അല്ലെങ്കിൽ ലിറിസിസ്റ്റ് ആയിട്ട്. ബിക്കോസ് ദേ ഗിവ് മീ ഓപ്ഷൻസ്. അല്ലെങ്കിൽ ഓക്കെ ദിസ് ഇസ് ഓക്കെ. I don't put much brains into naming a song because I don't think I'm good at it. And then, so every song had some K element in it. So Vipin said, okay, let's keep K. Guruvayur Ambalanadayil, it was a fun film for me because I enjoyed it. I like popcorn cinemas. And to be a part of one, I really enjoyed. Because Adil, K for Krishna ayalum, these are songs that I didn't think that I would ever make. അപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങനെ വന്നപ്പോൾ ഐ ജസ്റ്റ് ഓക്കെ ലെറ്റ്സ് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അതെ, മലയാളത്തിലും ഒരു പാട്ടിന്റെ 1.5x വേർഷൻ ഇതുവരെ യൂട്യൂബിൽ പോലും റിലീസ് ആയിട്ടില്ല. അത് വരുന്നു. അതെ, ആക്ച്വലി അത് 1.5x ഒന്നും അല്ലായിരുന്നു. അത് സ്കോറിന്റെ സമയത്ത് വി മെയ്ഡ് എ ഫാസ്റ്റർ ടെമ്പോ സോങ് അതിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് റിലീസ് ആയപ്പോൾ എല്ലാവരും യൂട്യൂബിൽ 1.5 കേട്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആൻഡ് ദെൻ യു ആർ ലൈക്ക് ഓക്കെ ലെറ്റ്സ് റിലീസ് ദിസ് 1.5x. അപ്പോൾ ഞാൻ 1.5x ഒന്നും അല്ല അത് നമ്മൾ ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് എ ഫാസ്റ്റർ വെർഷൻ ഓഫ് ലൈക്ക് അത് കുഴപ്പമില്ല, വിൽ ജസ്റ്റ് നെയിം ഇറ്റ് ആൻഡ് വിൽ പുട്ട് ഇറ്റ്. അപ്പോൾ യാ ഐ തിങ്ക് സ്റ്റിൽ പീപ്പിൾ ലിസൺ ടു ദ ഈ ഒറിജിനൽ സോങ്ങിന്റെ 1.5x ചെയ്തിട്ടായിരിക്കും ഇഷ്ടം എല്ലാവർക്കും. ഈ അജു വർഗീസിനെ പാടിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ, അത് അല്ല ഐ മീൻ ടാസ്ക് ആയിരുന്നു അത്. മാറ്റി പറയരുത് ഇനി, അങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ തന്നെ കാണിക്കണം. അജു വർഗീസിനെ പാടിപ്പിക്കുക എന്നുള്ള ടാസ്ക് ആയിരുന്നോ അല്ലെങ്കിൽ ഇറ്റ് വെന്റ് വിത്ത് ദ ഫ്ലോ? No, it just went with the flow. Because it's much more of a situation-based song and a very character-driven song. It's Pulida Vesham, like the way he was performing for the film at that time, it just suited him. Appo a voice avade vanna resam undavum, and then he was very excited about doing it. He's like, "Eda, etra prasham venecha njan paadam. അത് കുഴപ്പമില്ല, ബട്ട് വിൽ മേക്ക് ഇറ്റ്, വിൽ ഡു ഇറ്റ്." He was ready for that. Yeah, he was completely ready. I remember him coming down from Munnar also once just to record a small bit because we were changing quite few things on it. Then he came and he sang it again and then he went back. So he was all in for it, I think. So yeah, task allairunnu. I think task ഞങ്ങൾക്കായിരുന്നു to make it now better because he has put in so much effort. Yes. ആൻഡ് ഗുരുവായൂർ അമ്പലനടയിലെ മറ്റൊരു ഹിറ്റ് എനിക്ക് തോന്നുന്നു വെരി റീസെന്റ് വരെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഉണ്ടായ പാട്ടാണ് കെ ഫോർ കബറടക്കം. ആ ഒരു പോർഷൻ ഉണ്ട് സണ്ടയ്ക്ക് പോട്ടാമയെന്ന് എനിക്ക് പാടാൻ അറിയില്ല, ബട്ട് യാ സ്റ്റിൽ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കോമ്പോസിഷനും ആ ഒരു ജേർണി? നമ്മൾ ആക്ച്വലി ഇനീഷ്യലി അതിന്റെ മ്യൂസിക് ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചായിരുന്നു. ദാറ്റ് വാസ് ഐ തിങ്ക് വൺ ഓഫ് ദ ലാസ്റ്റ് സോങ്സ് ദാറ്റ് വി മെയ്ഡ് ഫോർ ഗുരുവായൂർ. അപ്പോൾ അസൽ പാടി അടിപൊളിയായിരിക്കും എന്ന് മനസ്സിലുണ്ടായിരുന്നു. വി കണക്റ്റഡ് വിത്ത് ഹിം ബട്ട് ദ ടൈം വാസ് വെരി ഷോർട്ട്. സോ ആൻഡ് വി കുഡന്റ് ട്രാവൽ ടു ചെന്നൈ, സോ വി മേഡ് ഷുവർ ഹിയർ ഇഫ് ഹി ക്യാൻ കം ഹിയർ ഹി കുഡ് സോ ഹി ക്യാൻ സിറ്റ് വിത്ത് അസ്. ബിക്കോസ് ഞങ്ങളുടെ വർക്കിംഗ് പാറ്റേണിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ ചിലപ്പോൾ താമസിക്കും. അപ്പോൾ അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് വി ആർ ജസ്റ്റ് ടുഗെദർ, വി ഡു ആർ തിങ്സ്. ചിലപ്പോൾ രാത്രി പാർട്ടി ആയിരിക്കും, വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, പീപ്പിൾ ഡു ദെയർ തിങ്സ്. ആൻഡ് ദെൻ ആ സമയത്ത് വി തോട്ട് വിൽ ബ്രിങ് അസൽ ഓവർ ആൻഡ് ദെൻ വിൽ മേക്ക് ഹിം ലിസൺ ടു ദ ട്രാക്ക്. ഹി ഹാഡ് നോ ഐഡിയ വാട്ട് വാസ്
coming his way. Okay. And then he enjoyed because it was his flavor, he said. Yeah. He liked it. And then we started randomly jamming on top of it. And then we started dancing on it. പക്ഷേ ഇത് പാട്ട് റിലീസായപ്പോൾ നോബഡി ഗേവ് ടു ഷിറ്റ്സ് അബൌട്ട് ഇറ്റ്. ഐ തിങ്ക് ആ സമയത്ത് ഇറ്റ് ജസ്റ്റ് വെന്റ് വിത്ത് ബിക്കോസ് ഇറ്റ് വാസ് മച്ച് മോർ ഫോർ ദ സ്കോർ. ആ സമയത്ത് അത്ര പോർഷൻ ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി പോകണമെന്നുണ്ടായിരുന്നു. ആൻഡ് വി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ സ്റ്റാൻഡ് അലോൺ ഫോർ അസ്. ബട്ട് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഹി സാങ് ഇറ്റ് സംവെയർ ഔട്ട്സൈഡ്. ആൻഡ് അങ്ങനെ ആൾക്കാർ ഇത് കണ്ടിട്ട് ഇത് ഏതാ പാട്ട് അങ്ങനെ പിക്കായി വന്ന ആ പാട്ട്. സോ we didn't actually we left it long ago. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു റിലീസായി പടം റിലീസായി ആൻഡ് then we left it. ലൈക്ക് ഓക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കൂടുതൽ. ഞങ്ങളുടെ തന്നെ പാട്ടുകൾ അങ്ങനെ കേൾക്കാനൊരു മടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്നതൊന്ന് പാടി കേൾപ്പിക്കാൻ പറ്റുമോ? അയ്യോ ദിസ് സോങ് അത് കുറച്ച് ഹൈ ആണ്. അല്ല അതിന്റെ ലിറിക്സും വെരി ഡിഫറെന്റ്. Done. Enough electronically, Stefan. എനിക്ക് തോന്നുന്നു സ്റ്റെഫിന്റെ വെരി റീസെന്റ് 2025 വന്നിട്ടുള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോമ്പോസിഷൻ ആണ് വെൽക്കം ടു ബോളിവുഡ്. അതെ അതെ. മേനെ പ്യാർ കിയ. ഡൽഹി, ബോംബെ, കൽപ്പറ്റ. യെസ്. ജേർണി, മെമ്മറി. അതെ അത് പണ്ടാരും ഇങ്ങനെ പറയാറുണ്ട് ഡൽഹി, ബോംബെ, കൽക്കട്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളെ പറഞ്ഞപ്പോ കുറച്ച് ലോക്കലാക്കാൻ ഡൽഹി, ബോംബെ, കൽപ്പറ്റയാക്കി. പിന്നെ കുറേ ഹിന്ദി പാട്ടുകൾ, പഴയ ഹിന്ദി പാട്ടുകളുടെ കുറേ ഐഡിയാസ് ഇങ്ങനെ യോജിപ്പിച്ച് തന്നെയാണ് അത് പ്രൊമോ ട്രാക്ക് ആയിരുന്നു. അപ്പോൾ കുറച്ച് അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പാടാൻ പറ്റുന്ന വരികൾ എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അതിന് കുറേ വേർഷൻസ് ഉണ്ടായിരുന്നു. ഏതൊരു വേർഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തത്. ഞാൻ ഈ അറ്റൻഷൻ സ്പാൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഇരിക്കുന്നതും ഒരു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദിയിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ പല പാട്ടുകൾ ഇപ്പം നിങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ സ്പെഷ്യലി രാഹുലേട്ടൻ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചോട്ടാ മുംബൈയുടെ ഓഡിയൻസ് ഇപ്പോഴാണ് ശരിക്കും വന്നതെന്നുള്ളത്. അതേപോലെ മായ ബസാറിലെ മിഴിയിൽ മിഴിയിൽ എന്ന് പറഞ്ഞ പാട്ട്, അത് അന്ന് എനിക്ക് തോന്നുന്നു ക്യൂവിൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിനിമയും പാട്ടും ടൈറ്റാനിക് വന്ന പോലെ വന്നു അതേപോലെ തന്നെ പോയി എന്നുള്ളത്. പക്ഷെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ അത് റീലാക്കിയിട്ടും ഒരു 15 സെക്കൻഡ് റീലിലാണ് ഇപ്പൊ പല വേർഷൻ ഓഫ് പാട്ടുകളും നിന്ന് പോകുന്നത്. ഒരു പാട്ടിന്റെ വൈറൽ ഫാക്ടർ ഈ 15 സെക്കൻഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇൻ ഫ്യൂച്ചർ വരാൻ പോകുന്ന ഈ 5 മിനിറ്റ് പാട്ട്, 3 മിനിറ്റ് പാട്ടിനൊക്കെ എങ്ങനെ സ്പേസ് ഉണ്ടാവും? ഹൗ ഡു യു തിങ്ക്? 3 പേരുള്ള ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. മൂത്താള് പറയട്ടെ. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മളും ഇൻട്രിഗ്ഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഡയറക്ഷൻ ഈവൻ വി ആർ ട്രാവലിംഗ് ടുവേർഡ്സ്. കാരണം ഇപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ വളരെ ചെറുതായിട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ, പെട്ടെന്ന് നമുക്ക് യു ക്യാൻ ഓൾവേസ് സ്വിച്ച് ബിറ്റ്വീൻ FMs. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ക്ലിക്ക് ആവാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച്, അങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. സോ അറ്റൻഷൻ സ്പാൻ ഇസ് എ ബിഗ് ഫാക്ടർ. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലപ്പോൾ ഒരു നമ്മൾ ഭയങ്കര വൈറലായിട്ടുള്ളൊരു പാട്ടിൻ്റെ എൻറ്റയറിറ്റിയിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിലും മ്യൂസിക്കലി വൗ ആയിട്ടുള്ള ഏരിയാസ് വേറെ ഉണ്ടാവാം, പക്ഷെ അത് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഫാക്ടർ ചിലപ്പോൾ വരും. അപ്പോൾ അതൊരു ചോദ്യമാണ്. അത് വി ഹാവ് ടു ആസ്ക് അവർ സെൽസ്. അത് അത്രയും നമ്മൾ ആ പാട്ടിന് കൊടുക്കേണ്ട ഒരു പ്രീമിയം അറ്റൻഷൻ ലിസണർ കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ എനിക്ക് സ്പെസിഫിക്കലി പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ബട്ട് പലപ്പോഴും ഭയങ്കര വൈറലായിട്ട് കേൾക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു അനുപല്ലവി കേൾക്കുമ്പോൾ അയ്യോ ഞാനത് കേട്ടിട്ടില്ലല്ലോ, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. അത് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് എ സ്നിപ്പെറ്റ് ദാറ്റ് വാസ് ഓൾവേസ് റീലിംഗ് ത്രൂ ദ ഇന്റർനെറ്റ്, ഞാനത് കേട്ടിട്ടില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. I don't know what will be the answer towards it, but അത് ലിസണേഴ്സും ഇറ്റ്സ് ഒരു കോമൺ ആയിട്ട് നമ്മളൊരു ആസ് എ മ്യൂസിക് ലിസണിങ് സൊസൈറ്റി നമ്മൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. ലൈക്ക് ഹൗ വി ഹാവ് ടു ഗിവ് എ പ്രീമിയം അറ്റൻഷൻ ടു എ സോങ് ദാറ്റ് ഡിസേർവ്സ് ഇറ്റ്. Yes. What do you think, Ankit? I think with any art per se, and when there's lot of art around, if there's immense amount of music or immense amount of media content or a creative content being released every day, so the options
the wider the options, the more there's this the feeling to look at everything. So people might switch into different contents through Instagram or Facebook over the time. But then I think there's always an audience who will watch. If, when we go to watch a film, people sit there for, though the time, the length of the film has changed a little. 3.5 hours film or അത് ഇപ്പോൾ 2 hours, 2.5 hours മാറിയിട്ടുണ്ട്. പക്ഷേ people do sit and listen to it. I do believe the social media has become a medium for people to get to know or come across different art forms in a quicker go. But then for things that people like or get, as you said about ഇലക്കോഴിയെ അല്ലെങ്കിൽ ഈ പാട്ടുകൾ എല്ലാം which gets viral through social media, at least a projection ഉണ്ട്. People have the artists have a space to project what people will click to listen to. അത് എന്തായാലും ക്ലിക്ക് ചെയ്ത് അവിടെ പോവും. അത് പോകുന്ന ആൾക്കാർ അത് പോവും. Now we cannot stop people, you have to listen to this song, but I think people will go if they feel like. Options are too many, but then the ones that people individually connect to, they will go to it. I believe adinte market povilla. The time attention span, it's not our job is to make an honest art, and I think it will grab attention. ബ്രോ, ആ ഒരു 4 വരിയല്ലേ, ആ ഒരു 4 വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു 4 വരി. ഇപ്പം ഞങ്ങളും അത് തേടി പോകാറുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാനും ആലോചിക്കും എവിടെയാണ് ആ 4 വരി. ആ 4 വരി എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു പാട്ടിലും ഡൽഹി ബോംബെ കൽപ്പറ്റാന്ന് ഒരിക്കലും പാടില്ല. അത് ചിലപ്പോൾ കമ്പോസിഷൻ കുറച്ച് വീക്കാണെന്ന് തോന്നുമ്പോൾ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏബനാനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാരഡി സോങ്ങിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അതിന് എവിടെയൊക്കെയോ. അപ്പം അത് ചെയ്യുന്നതും ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ആ ഒരു 4 വരി ആ ഒരു, അപ്പം നമുക്കിപ്പോൾ തോന്നുന്നത് കുറച്ച് ആ ഒരു പോയിന്റ് എവിടെയാണ് വരുന്നത്. ഇപ്പം ലിറിക്സിസ്റ്റുമായിട്ട് കുറേ കൂടുതലിരിക്കും. കാരണം അത് വരികളിലും കൂടെ ഉണ്ട്, ചില വാക്കുകളിലും കൂടെ ഉണ്ട്. പാട്ടിനിപ്പോൾ പേരുകൾ വേണം, എല്ലാ പാട്ടുകൾക്കും പേര് വേണം. ആ പേരായിരിക്കും ആ 4 വരിയിൽ വരേണ്ട സാധനങ്ങൾ. അതൊരു പാറ്റേൺ ആണല്ലോ, അതെപ്പോഴേലും ബ്രേക്ക് ആവുമായിരിക്കും. ഇതിപ്പോൾ റീൽസാണ്, ഇനിയിപ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും വരും, അപ്പോൾ അതിലോട്ട് പോകും. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യേണ്ടി വരും നിലനിൽക്കാൻ വേണ്ടി. എനിക്ക് അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകേണ്ടി വരും എന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലോ, ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യേണ്ടി വരും എന്തായാലും. ആ എല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ചൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഐഡിയാസ് എത്രമാത്രം യൂണീക്ക് ആണ് എന്നുള്ളതിലായിരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു. യെസ്, അത് തന്നെയാണ്. ആൻഡ് നൗ ഓപ്പൺ ഫോർ ഓഡിയൻസ് ആണ്. നിങ്ങൾക്ക് ഇവരോട് ക്വസ്റ്റ്യൻസ്, വ്യൂസ്, ഡിസ്കഷൻ പോയിന്റ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. Yeah, hi. My question is to Ankit. Being new to Malayalam industry with എന്താ പറയുക, മലയാളത്തിൻ്റെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ, so what were the initial difficulties you faced, or how do you manage writing Malayalam lyrics? ഏറ്റവും ഡിഫിക്കൽട്ട് മലയാളം പറയാൻ പഠിക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ എഴുതാൻ എളുപ്പമാണോ? അയ്യോ, അതെനിക്ക് അറിയില്ല, അതിന് ശ്രമിച്ചിട്ടുമില്ല. സരിഗമ പദനിസ അറിയാം, അത് ബിക്കോസ് കർണാട്ടിക് വോക്കൽസ് പഠിച്ച സമയത്ത് ഭോപ്പാലിൽ അത് വി ഹാഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. പക്ഷേ ഇനീഷ്യലി ടു കൺവേഴ്സ്, ബിക്കോസ് ഐ വാസ് much better in explaining what I was thinking in a different language. But then when I came here, I made sure that I have to speak in Malayalam. Adu ippozhum njan parayumbol I am much comfortable talking in, because that's natural, that comes to me. പക്ഷേ that I think language was the only issue, but then people here made things comfortable for me. I think I was surrounded by great people around. So yeah, ഇനി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ കളിയാക്കി അത് കറക്റ്റ് ചെയ്യും, as friends do. അപ്പോൾ അങ്ങനെ തന്നെ, that was the most difficult part. But otherwise, I think I am grateful that I came here and I'm enjoying the whole process by far. Thank you. My question is to Electronic Killy. Sir, in your opinion, how do you think the people's music taste change over time? Especially with the influence of AI and a lot of advancements in music, how do you think people's music taste change over time? ആൾക്കാർ ഇപ്പോൾ എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സൗണ്ടിങ് ആണെങ്കിലും നമുക്ക് തന്നെ ഒരു സൗണ്ടിങ് ആൾക്കാർ കേട്ടിട്ടുള്ളത് പോലും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കറിയാവുന്ന ഒരു ജോണർ പോലും ചിലപ്പോൾ എനിക്കറിയാവുന്നുണ്ടാവില്ല.
ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം എന്താണോ അപ്പോഴത്തെ റീൽസിൽ വരുന്നത് അത് ആൾക്കാരിപ്പം നമുക്കിപ്പോൾ ഒരു പടം വരുമ്പോൾ റെഫറൻസ് വരുന്നതും അങ്ങനെയാണ്. എന്താണോ അപ്പം ഹിറ്റായിട്ടുള്ള അതിൻ്റെ റെഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ എന്താണ് ആർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇന്ന് റിലീസാവേണ്ട പടത്തിന് കഴിഞ്ഞ വർഷം ചെയ്ത പാട്ടൊക്കെ ഞാനിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടിങ് മാറി, ഇപ്പോൾ കമ്പോസിഷൻ മാറ്റിയില്ലെങ്കിലും കുറച്ച് സൗണ്ടിങ്ങിൽ മാറ്റം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പഴയതായിട്ട് തോന്നും. ഒരു വർഷം കൊണ്ട് തന്നെ പഴയതായിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകളൊക്കെ. അതുകൊണ്ട് അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ശരിയാക്കാൻ നോക്കുന്നുണ്ട്. ചോദ്യം അതായിരുന്നു, മറന്നു. എയുടെ എന്തോ ചോദിച്ചു. AI വെച്ചാണ് ഇപ്പോൾ കുറേ, ഇപ്പോൾ എനിക്ക് പാടാൻ കുറച്ച് മോശമാണ്. അപ്പം ഞാനൊരു സ്ട്രക്ചർ പാടി ഉണ്ടാക്കി എനിക്കത് കുറച്ചുകൂടെ ബെറ്റർ വേർഷനാക്കി പുറത്തോട്ടൊക്കെ കേൾപ്പിക്കാൻ പറ്റും. അപ്പോൾ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര, ഇപ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യാതെ തന്നെ ഐഡിയാസ് ഉണ്ടാക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് AI. നന്നായിട്ടാണ് ഇപ്പം ഇതുവരെ ഇരിക്കുന്നത്. ചിലപ്പോൾ ജോലി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്താനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഹായ് സർ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് സാറാ? എല്ലാവരോടും. അപ്പം ഈ നല്ല മ്യൂസിക് അല്ല, നിങ്ങളൊക്കെ മ്യൂസിക് പ്രൊഡക്ഷൻസ് ആൻഡ് മ്യൂസിക് ചെയ്യുന്നവരാണല്ലോ. അപ്പം ഈ കർണാട്ടിക് സോങ്സ് ഇത് ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ലൈക്ക് മ്യൂസിക് പ്രൊഡക്ഷൻസ് ആൻഡ് റൈറ്റിംഗ്, സിംഗിങ്, ഇതിനൊക്കെ കർണാട്ടിക് സോങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടോ? ഒരു നിർബന്ധമില്ല ആക്ച്വലി. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് സംതിങ് യു ഡോണ്ട് ഹാവ് ടു. അത് ഇറ്റ് ഈസ് നോട്ട് ഒരു നേരത്തെ എനിക്ക് തോന്നുന്നു ദർ വാസ് സംതിങ് കോൾ ഒരു ഗേറ്റ് കീപ്പിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു അക്കാഡമിക്സ് രീതിയിലൊക്കെ പോയാൽ മാത്രമേ യു ക്യാൻ ബി എ കമ്പോസർ, അല്ലെങ്കിൽ യു ഹാവ് ടു ബി അസിസ്റ്റൻറ്റ് ടു സംബഡി, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സർട്ടൺ ഗേറ്റ് കെപ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു മ്യൂസിക് ഇൻഡസ്ട്രി ഓർ ആസ് എ ഹോൾ. പക്ഷേ ഇത് തിങ്സ് ഹാവ് ഓപ്പൺഡ് അപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇപ്പം ഇതൊന്നുമില്ല. if you have a good idea in your head and if you know how to communicate to the right people, അത്രേ ഉള്ളൂ. That's about it. പക്ഷേ having said that, if you have classical knowledge, you will have a certain process where there is a certain situation where the director says, okay, നമ്മൾ 3 നായികമാരുണ്ട്. I'm just giving you an example, just an example. 3 നായികമാരുണ്ട്. നായകന് 3 പേരും 3 സ്ഥലത്താണ്. ആൻഡ് നമുക്ക് അവരുടെ എല്ലാവർക്കും ഓരോ ബ്ലോക്ക് ഉണ്ടാവും ഒരു പാട്ടിനകത്ത്. യു ക്യാൻ ഈസിലി കം അപ്പ് വിത്ത്, ഓക്കെ അനുപല്ലവി നമുക്ക് യമൻ പിടിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഹാവ് എ പ്രോസസ്, സഡൻ പ്രോസസ് വി ക്യാൻ ജസ്റ്റ് യൂസ്, ടേക്ക് ആൻഡ് യൂസ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രാഗം പിടിക്കാം, അല്ലെങ്കിൽ വേറൊരു ജോണർ പിടിക്കാം. ഐ എം ജസ്റ്റ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക്, ബട്ട് ഹാവിങ് നോളജ് അബൌട്ട് ഓൾ ജോണേഴ്സ് ഓർ ഇൻ ജനറൽ. അപ്പോൾ നമുക്കൊരു വിൽ ഹാവ് എ പ്രോസസ് വേർ യു ക്യാൻ ജസ്റ്റ് ടേക്ക് തിങ്സ് ആൻഡ് യൂസ്. അതല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ജീനിയസ് ഹെഡ് ആൻഡ് ഹൗ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നൊട്ടേഷൻ എഴുതാൻ പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ ഫീൽ ആ നൊട്ടേഷൻസ് എഴുതാൻ വേണ്ടിയിരുന്നൊരു കാലത്ത് there were musicians who were reading that and playing in live situation, live recordingil. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവർ പ്രോസസ് ഇസ് ഡിഫറെൻറ്റ്. ഒരു സെഷൻ ആർട്ടിസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാനും അയാളും മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റുഡിയോയിൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് ലൈക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 100 വായിച്ചിട്ടായിരിക്കും അതിൽ ഒരു 2 വാവ് ഓക്കെ ദിസ് ഇസ് വാട്ട് വി വാണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ പണ്ട് അങ്ങനെയല്ല. യു ഹാവ് ലിമിറ്റഡ് ടൈം. ഒരു ദിവസം രാജസാറൊക്കെ രാവിലെ 7 മണിക്ക് വന്നിട്ട് നൊട്ടേഷൻസ് കൊടുക്കും. മ്യൂസിഷ്യൻസ് അത് എല്ലാം എഴുതിയെടുത്തിട്ട് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12 മണിക്ക് തീർക്കും. 1 മണിക്ക് ലഞ്ച് ബ്രേക്ക്, വൈകുന്നേരം മിക്സിങ്. ഇത് കണ്ട് രാത്രി CD ആണ്, അല്ല കാസറ്റ് ഔട്ട്പുട്ടാണ്. പ്രൊഡ്യൂസർ കാസറ്റ് കൊണ്ട് വീട്ടിൽ പോകണം ഫൈനൽ മിക്സിംഗ് കൊണ്ട്. അപ്പോൾ ആ കാലത്ത് യു നീഡഡ് നൊട്ടേഷൻസ്. That was the only way you could actually communicate with 100 musicians at the same time. Now, knowing it is an added advantage. Like, you are not going to hit the ceiling, but you don't have to absolutely know. You don't have to know anything actually. തലയിൽ കുറച്ച് ഇമാജിനേഷൻ ഉണ്ടായാൽ മതി. That's what I feel. സർ, രാഹുൽ സാറിനോടാണ്. ഇപ്പോൾ സാറിൻ്റെ തല എന്ന് പറഞ്ഞ പാട്ടിൽ തന്നെ there are 2 contrasting emotions. ഒരു ഡിപ്പുണ്ട്. അപ്പോൾ രണ്ടും
നമ്മൾ പറയുന്നത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ പോലെ കിടക്കുന്നതാണ്. ഒരു ബന്ധമില്ലാത്തതാണ് രണ്ടും. അപ്പോൾ ഒരു പാട്ടിൽ തന്നെ രണ്ട് ഇമോഷൻസ് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിട്ട് വരിക. ഹൗ ഡു യു ഡൂ ദാറ്റ്? ഇല്ല, അത് ദാറ്റ് വാസ് ടോട്ടലി സിറ്റുവേഷൻ ഡ്രിവൺ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഫാമിലീനെ ആ ബോണ്ട് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അൻവർ നമ്മളൊരു ഡ്രം ആൻഡ് ബേസിലൊക്കെയാണ് ഈ പാട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്ന് ചിലപ്പോൾ ആ ആ ഗ്രൂവ് ഒക്കെ ചിലപ്പോൾ ഇതൊന്നും എനിക്കറിയണ്ട, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അൻവർ അങ്ങ് പോയി. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇത് എനിക്ക് ഈ സിറ്റുവേഷനിൽ ഐ വോണ്ട് പീപ്പിൾ ടു ഫീൽ അയാളൊരു വാം ആയിട്ടുള്ള ഒരാളും കൂടെ ആണ്. പുള്ളി എല്ലാ കൊച്ചി പരിപാടികളും എല്ലാം ഉണ്ട്, ഫ്രണ്ട്സായിട്ടുള്ള കറക്കം പരിപാടി അല്ലെങ്കിൽ ഒരു തലയാണ് ബേസിക്കലി. പക്ഷേ അയാൾക്ക് ഫാമിലിയായിട്ട് ഭയങ്കര ബോണ്ടാണ്. എന്നാലേ ആ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ പുള്ളിയുടെ ആ സങ്കടം ആളുകൾക്ക് ഫീൽ ചെയ്യുള്ളൂ പിന്നീട്. അതെങ്ങനെയെങ്കിലും അതിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് പ്യുവർലി സിറ്റുവേഷൻ ഡ്രിവൺ. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറ്റി ദെൻ ലെറ്റ്സ് കം ബാക്ക് എന്നുള്ളൊരു സാധനമായിരുന്നു. അത് പിന്നീട് അങ്ങനെയൊക്കെ ആയി പോയതാണ്. ഹായ് സർ, എൻ്റെ ക്വസ്റ്റ്യൻ രാഹുൽ രാജ് സാറിനോട്. ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് ആക്ച്വലി റിക്വസ്റ്റ്. കോഹിനൂർ മൂവിയിലെ ഹേമന്തമൻ അതെൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, അതൊന്ന് പാടാവോ? ശ്രമിക്കാം. പാടണം എന്ന് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല, ഇവിടെ സംഘാടകർ ഇവിടെ. ഓക്കെ. ലാ 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 ലാ. ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവ് നീ, പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ, കളിയോതുന്ന നിൻ വാക്ക് പോലെ, അതിലോലം അനുരാഗം തേന്മാരിയാ. ആഹാ ലാ 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 ലാ. താങ്ക് യു. എനിക്ക് തോന്നുന്നു അങ്കിത് പാട്ടുപാടിയപ്പോൾ ഒരു പാട്ടുപാടാൻ മോട്ടിവേറ്റഡ് ആയിരുന്നു. കുറച്ച് ഒരു മോട്ടിവേഷൻ വന്നു. നമുക്ക് ഇവിടെ നിന്ന് റിക്വസ്റ്റ് ഉണ്ട് അങ്കിത് ഒരു പാട്ട് പാടണമെന്ന്. യെസ്, അങ്കിത് റെഡിയാണ്. ഉയരെ പാടാം. ഉയരെ കവരും ഉയരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയായി തനുവിൽ ചേരും, ആരാണ് നീ, ആരാണ് ഉയരെ ചിരകോ സാവിൻ നിലവോ താരിൽ മധുവോ കാണാ കനവോ നീ, കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ, തോരാതെ തോരാതെ തീരാതെയായി, മായാതെ മായാതെ മായാതെയായി, എന്നാളും എന്നാളും എന്നാളുമായി പടര്. ഓ നാരേ രേ 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 രാ രേ 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 രാ രേ രാ രാ രേ 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 രാ. ബ്രില്യൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡൺ. ഇനി എനിക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. അത് അങ്കിത് പറഞ്ഞാലാണ് ഈ പുള്ളി കേൾക്കുള്ളൂ എന്ന് എന്നോടും പറഞ്ഞു. ആ പുള്ളി ഇപ്പൊ സ്പോട്ട് ലൈറ്റിൽ ഇരിപ്പുണ്ട്.
പ്ലീസ്. ബ്രോ പാടാനാണോ? ആത്മാർത്ഥമായിട്ട് പറയണ പാടാൻ അറിയില്ല. ഞാൻ ആത്മഹത്യ എന്നാ കേട്ടത്. അപ്പൊ പാടാൻ കുറച്ച് ഞാൻ ഓട്ടോ ട്യൂണൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾക്കാരെ കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ എന്തിനാണ് മോശമായിട്ട് ഇവിടെ പാടുന്നത്? We really loved it and thank you so much. തലവര was one of the best you have given us. ആ പാട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഹൈ ഉണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ 3 പേരും തന്നിട്ടുള്ള പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലുകളിലും സ്റ്റോറികളിലും എവിടെങ്കിലുമൊക്കെ നമ്മളെ കണ്ടിന്യൂസ്ലി ഹുക്ക് ചെയ്യുന്നുണ്ട്. രാഹുലേട്ട സ്പെഷ്യലി നമ്മുടെ അണ്ണൻ തമ്പി ഓൾ ടൈം ഫേവറേറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻസൈറ്റ്. ആൻഡ് ഇനി ഇവിടെ നിന്നൊരു ടോക്കൺ ഓഫ് ലവ് കൂടി ഉണ്ട്.